നമസ്കാരം. PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള 20 ഡേ സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ് ആണ്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC ആവർത്തിച്ച് ചോദിക്കുന്ന 250 ടോപ്പിക്കുകളാണ്. ഇന്ന് നമ്മുടെ ഡേ 5 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, 20 ഡേ സ്പ്രിന്റ് ചലഞ്ച് ഡേ 5 ആണെന്ന്. ഇന്ന് പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സ് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആണ് നമ്മുടെ സപ്പോർട്ട്. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട സമുദ്രങ്ങളാണ്. കേരള PSC ഇപ്പോൾ സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട സമുദ്രങ്ങൾ മുഴുവൻ നമുക്ക് പഠിച്ചു തീർക്കണം. ഒരു വലിയ ടോപ്പിക്കാണിത്, എന്നാലും നമുക്ക് വളരെ വേഗം തന്നെ ഇത് പഠിച്ചു തീർക്കാം. അപ്പൊ നമുക്ക് നോക്കാം സമുദ്രങ്ങൾ. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് പസഫിക് മഹാസമുദ്രത്തെ പറ്റിയാണ്. പസഫിക് മഹാസമുദ്രം ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. ഏറ്റവും വലിയ മഹാസമുദ്രം എന്നറിയപ്പെടുന്നത് പസഫിക് മഹാസമുദ്രം. ഏറ്റവും വലിയ മഹാസമുദ്രം എന്നറിയപ്പെടുന്നത് ഏതാ? പസഫിക് മഹാസമുദ്രമാണ്. ലോകവിസ്തൃതിയുടെ 1/3 ഭാഗവും പസഫിക് മഹാസമുദ്രമാണ്. ലോകവിസ്തൃതിയുടെ 1/3 ഭാഗവും ആരാ? പസഫിക് മഹാസമുദ്രമാണ്. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം പസഫിക് മഹാസമുദ്രം. പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാ? അത് പസഫിക് മഹാസമുദ്രമാണ്. ഏറ്റവും ആഴം കൂടിയ മഹാസമുദ്രം എന്നറിയപ്പെടുന്നത് പസഫിക് മഹാസമുദ്രം. ഏറ്റവും ആഴം കൂടിയ സമുദ്രം എന്നറിയപ്പെടുന്നത് ആരാ? പസഫിക് മഹാസമുദ്രമാണ്. പസഫിക് മഹാസമുദ്രത്തിന്റെ ശരാശരി ആഴം എന്ന് പറയുന്നത് 4280 മീറ്റർ ആണ്. ശ്രദ്ധിച്ചോളണേ, പസഫിക് മഹാസമുദ്രത്തിന്റെ ശരാശരി ആഴം എത്രയാ? 4280 മീറ്റർ ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രം പസഫിക് മഹാസമുദ്രം. ലോകത്തില് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രം ചോദിച്ചാൽ അത് പസഫിക് മഹാസമുദ്രമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പസഫിക് മഹാസമുദ്രത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും വലിയ മഹാസമുദ്രം എന്നറിയപ്പെടുന്നത് പസഫിക് മഹാസമുദ്രം. ലോകവിസ്തൃതിയുടെ 1/3 ഭാഗവും പസഫിക് മഹാസമുദ്രമാണ്. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം പസഫിക് മഹാസമുദ്രം. ഏറ്റവും ആഴം കൂടിയ മഹാസമുദ്രം എന്നറിയപ്പെടുന്നത് പസഫിക് മഹാസമുദ്രം. പസഫിക് മഹാസമുദ്രത്തിന്റെ ശരാശരി ആഴം എന്ന് പറയുന്നത് 4280 മീറ്റർ ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രം എന്നറിയപ്പെടുന്നത് ഏതാ? പസഫിക് മഹാസമുദ്രമാണ്. ഏറ്റവും അധികം ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന മഹാസമുദ്രം എന്നറിയപ്പെടുന്നത് പസഫിക് മഹാസമുദ്രമാണ്. ഏകദേശം 30,000 ദ്വീപുകൾ പസഫിക് മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്നു. ഏറ്റവും അധികം ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന മഹാസമുദ്രം എന്നറിയപ്പെടുന്നത് പസഫിക് മഹാസമുദ്രമാണ്. ഏകദേശം 30,000-ലധികം ദ്വീപുകൾ എവിടെ കാണപ്പെടുന്നു? പസഫിക് മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്ന റിംഗ് ഓഫ് ഫയർ സ്ഥിതി ചെയ്യുന്നത് പസഫിക് മഹാസമുദ്രത്തിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്ന റിംഗ് ഓഫ് ഫയർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പസഫിക് മഹാസമുദ്രത്തിന്റെ ഭാഗമായാണ്. ഈസ്റ്റർ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം പസഫിക് മഹാസമുദ്രം. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഈസ്റ്റർ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം എന്നറിയപ്പെടുന്നത് പസഫിക് മഹാസമുദ്രമാണ്. ലോകത്തിൽ ഏറ്റവും വലിയ അഗ്നിപർവ്വതം എന്നറിയപ്പെടുന്ന താമു മാസിഫ് സ്ഥിതി ചെയ്യുന്നത് പസഫിക് മഹാസമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം എന്നറിയപ്പെടുന്ന താമു മാസിഫ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാ? പസഫിക് മഹാസമുദ്രമാണ്. പസഫിക് മഹാസമുദ്രത്തിന് ആ പേര് നൽകിയ വ്യക്തി ഫ്രെഡിനാൻഡ് മഗലനാണ്. വർഷം 1521. പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയ വ്യക്തി ആരാണ്? ഫ്രെഡിനാൻഡ് മഗലനാണ്. വർഷം എത്രയാ? 1521. പസഫിക് എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ്. അതുകൊണ്ട് തന്നെ ശാന്ത സമുദ്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് പസഫിക് മഹാസമുദ്രമാണ്. പസഫിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സമാധാനം എന്നാണ്. അതുകൊണ്ട് തന്നെ ശാന്ത സമുദ്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാ? പസഫിക് മഹാസമുദ്രമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഏറ്റവും അധികം ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന മഹാസമുദ്രം എന്നറിയപ്പെടുന്നത് പസഫിക് മഹാസമുദ്രമാണ്. പസഫിക് മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ട് ഏകദേശം 30,000-ഓളം ദ്വീപുകൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്ന റിംഗ് ഓഫ് ഫയർ സ്ഥിതി ചെയ്യുന്ന മഹാസമുദ്രം പസഫിക് മഹാസമുദ്രമാണ്. ഈസ്റ്റർ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന മഹാസമുദ്രം പസഫിക് മഹാസമുദ്രമാണ്. ലോകത്തിൽ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ താമു മാസിഫ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം പസഫിക് മഹാസമുദ്രമാണ്. പസഫിക് മഹാസമുദ്രത്തിന് ആ പേര് നൽകിയ വ്യക്തി ആരാ? ഫെർഡിനാൻഡ് മഗലനാണ്. വർഷം 1521. പസഫിക് എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ്. അതുകൊണ്ട് തന്നെ ശാന്ത സമുദ്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് പസഫിക് മഹാസമുദ്രമാണ്. പഠിക്കുക. ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള ഭാഗം എന്നറിയപ്പെടുന്ന ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് പസഫിക് മഹാസമുദ്രത്തിലാണ്. ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള ഭാഗം എന്നറിയപ്പെടുന്ന
ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് പസഫിക് മഹാസമുദ്രത്തിന്റെ ഭാഗമായാണ്. ചലഞ്ചർ ഗർത്തത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് കാമറൂൺ ആണ്. ചലഞ്ചർ ഗർത്തത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ഹോളിവുഡ് സംവിധായകൻ ആരാണ്? ജെയിംസ് കാമറൂൺ ആണ്. പസഫിക് മഹാസമുദ്രത്തെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ദ്വീപാണ് പപ്പുവ ന്യൂ ഗിനിയ. PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം, പസഫിക് മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? പപ്പുവ ന്യൂ ഗിനിയയാണ്. ഹവായി ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് പസഫിക് മഹാസമുദ്രത്തിലാണ്. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും ഏഷ്യയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രം എന്നറിയപ്പെടുന്നത് പസഫിക് മഹാസമുദ്രമാണ്. ഹവായ് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് പസഫിക് മഹാസമുദ്രത്തിലാണ്. അതുപോലെ തന്നെ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും ഏഷ്യയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രം എന്നറിയപ്പെടുന്നത് ആരാ? പസഫിക് മഹാസമുദ്രമാണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അതായത് 180 ഡിഗ്രി കടന്നു പോകുന്ന മഹാസമുദ്രം പസഫിക് മഹാസമുദ്രം. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നത്. ഇത് കടന്നു പോകുന്ന മഹാസമുദ്രം എന്നറിയപ്പെടുന്നത് പസഫിക് മഹാസമുദ്രമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള ഭാഗം എന്നറിയപ്പെടുന്ന ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്ന പസഫിക് മഹാസമുദ്രത്തിലാണ്. ചലഞ്ചർ ഗർത്തത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് കാമറൂൺ ആണ്. പസഫിക് മഹാസമുദ്രത്തെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ദ്വീപാണ് പപ്പുവ ന്യൂ ഗിനിയ എന്നുള്ളത്. ഹവായ് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന പസഫിക് മഹാസമുദ്രത്തിലാണ്. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും ഏഷ്യയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രം എന്നറിയപ്പെടുന്നത് പസഫിക് മഹാസമുദ്രമാണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അതായത് 180 ഡിഗ്രി അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന മഹാസമുദ്രം പസഫിക് മഹാസമുദ്രമാണ്. ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഏതാണ് അറ്റ്ലാന്റിക് സമുദ്രം? വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. ഭൂമിയുടെ ഉപരിതല വിസ്തൃതിയുടെ 20% അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഭൂമിയുടെ ഉപരിതല വിസ്തൃതിയുടെ 20% അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഗ്രീക്ക് പുരാണങ്ങളിൽ അറ്റ്ലസ് കടൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സമുദ്രം ഏതെന്ന് ചോദിച്ചാൽ അത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഓർത്തോളനെ, ഗ്രീക്ക് പുരാണങ്ങളിൽ അറ്റ്ലസ് കടൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ശരാശരി ആഴം 3700 മീറ്റർ ആണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ശരാശരി ആഴം എത്രയാ? 3700 മീറ്റർ ആണ്. എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം എന്നറിയപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതെന്ന് ചോദിച്ചാൽ അത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. ബെർമുഡ ട്രയാങ്കിൾസ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബെർമുഡ ട്രയാങ്കിൾസ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. ഭൂമിയുടെ ഉപരിതല വിസ്തൃതിയുടെ 20% അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഗ്രീക്ക് പുരാണങ്ങളിൽ അറ്റ്ലസ് കടൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സമുദ്രം എന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റിക് സമുദ്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ശരാശരി ആഴം 3700 മീറ്റർ ആണ്. എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. ബെർമുഡ ട്രയാങ്കിൾസ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഓർക്കുക. അറ്റ്ലാന്റിക് സമുദ്രത്തെ പ്രധാനമായിട്ടും 2ആയിട്ട് നമ്മൾ വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രം എന്നും മറ്റൊന്ന് തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രം എന്നും. ശ്രദ്ധിച്ചോളെ, അറ്റ്ലാന്റിക് സമുദ്രത്തെ നമ്മൾ 2ആയിട്ട് വിഭജിക്കുന്നു. ഒന്നെന്താ? വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രം എന്നും മറ്റൊന്ന് തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രം എന്നും. പാങ്ചിയ എന്ന സൂപ്പർ ഭൂഖണ്ഡത്തിന്റെ വിള്ളലുകളിലൂടെയാണ് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രം രൂപപ്പെട്ടത്. ഗോണ്ട്വാന ലാൻഡ് തകർന്നപ്പോഴാണ് തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രം രൂപപ്പെട്ടത്. ഓർത്തോളനെ, പാങ്ചിയ എന്ന സൂപ്പർ ഭൂഖണ്ഡത്തിന്റെ വിള്ളലിലൂടെയാണ് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രം രൂപപ്പെട്ടതെങ്കിൽ ഗോണ്ട്വാന ലാൻഡ് തകർന്നപ്പോഴാണ് തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രം രൂപപ്പെട്ടത്. ടൈറ്റാനിക് ദുരന്തമുണ്ടായ സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. ടൈറ്റാനിക് ദുരന്തമുണ്ടായ സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂട്ടോറിക്ക ഗർത്തം. ഈ ഗർത്തത്തിന്റെ ആഴം എന്ന് പറയുന്നത് 8376 മീറ്റർ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓർത്തോളനെ, അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂട്ടോറിക്ക ഗർത്തം. ഇതിന്റെ ആഴം എത്രയാ? 8376 മീറ്റർ ആണ്. ലോകത്തിൽ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതയായ നോർത്ത് അറ്റ്ലാന്റിക് കപ്പൽ പാത അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായാണ് കാണപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാത എന്നറിയപ്പെടുന്ന നോർത്ത് അറ്റ്ലാന്റിക് കപ്പൽ പാത സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായാണ്. ചാളക്കടൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രം വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചാളക്കടൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രം എന്നറിയപ്പെടുന്നത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രമാണ്.
ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അറ്റ്ലാന്റിക് സമുദ്രത്തെ രണ്ടായിട്ട് നമുക്ക് വിഭജിക്കാൻ കഴിയും. ഒന്ന് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രം എന്നും മറ്റൊന്ന് തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രം എന്നും. പാൻജിയ എന്ന സൂപ്പർ ഭൂഖണ്ഡത്തിന്റെ വിള്ളലിലൂടെയാണ് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രം രൂപപ്പെട്ടതെങ്കിൽ ഗോണ്ട്വാന ലാൻഡ് തകർന്നപ്പോഴാണ് തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രം രൂപപ്പെട്ടത്. ടൈറ്റാനിക് ദുരന്തം ഉണ്ടായ സമുദ്രം എന്നറിയപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂട്ടോറിക്ക ഗർത്തം. ഇതിന്റെ ആഴം എത്രയാ? 8376 മീറ്റർ ആണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാതയായ നോർത്ത് അറ്റ്ലാന്റിക് കപ്പൽപാത അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായാണ് കാണപ്പെടുന്നത്. ചാളക്കടൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രം വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രമാണ്. തീരങ്ങളില്ലാത്ത കടൽ എന്നറിയപ്പെടുന്നതും കപ്പലുകളുടെ ശ്മശാനം എന്നും ജൈവ മരുഭൂമി എന്നും അറിയപ്പെടുന്ന കടലായ സർഗാസോ കടൽ സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തീരങ്ങളില്ലാത്ത കടൽ എന്നറിയപ്പെടുന്നതും കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നതും ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നതുമായ കടലായ സർഗാസോ കടൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായി കരിങ്കടൽ, മെഡിറ്ററേനിയൻ കടൽ എന്നിവ കാണപ്പെടുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായി കാണപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട PSC പ്രീവിയസ് ആയി ചോദിച്ച കടലുകളാണ്. ഒന്ന് കരിങ്കടലും മറ്റൊന്നെന്താണ്? മെഡിറ്ററേനിയൻ കടലും. ഓർക്കുക, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായ ഗ്രാൻഡ് ബാങ്ക്സ് ഈ സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായ ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം എന്ന് ചോദിച്ചാൽ അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായാണ്. ഓർക്കണേ, ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് എന്നറിയപ്പെടുന്ന ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായാണ്. തെക്ക് കിഴക്കൻ അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലയിക്കുന്നു. തെക്കു കിഴക്കൻ അറ്റ്ലാന്റിക് സമുദ്രം എന്ത് ചെയ്യുന്നു? വന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ലയിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. തീരങ്ങളില്ലാത്ത കടൽ എന്നറിയപ്പെടുന്നതും കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നതും ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നതുമായ സർഗാസോ കടൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രം അറ്റ്ലാന്റിക് മഹാസമുദ്രമാണ്. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ ഭാഗമായി കാണപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട കടലുകൾ ഏതൊക്കെയാ? ഒന്ന് കരിങ്കടലും മറ്റൊന്ന് മെഡിറ്ററേനിയൻ കടലുമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായ ഗ്രാൻഡ് ബാങ്ക്സ് കാണപ്പെടുന്ന സമുദ്രം എന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായാണ്. തെക്ക് കിഴക്കൻ അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലയിക്കുന്നു. ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് നമ്മുടെ സ്വന്തം ഇന്ത്യൻ മഹാസമുദ്രത്തെ പറ്റി. നമുക്ക് നോക്കാം. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള സമുദ്രം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രം. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള സമുദ്രം എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഭൂമിയുടെ ഉപരിതല വിസ്തൃതിയുടെ 19% ഇന്ത്യൻ മഹാസമുദ്രം ഉൾക്കൊള്ളുന്നു. ഭൂമിയുടെ ഉപരിതല വിസ്തൃതിയുടെ 19% ഇന്ത്യൻ മഹാസമുദ്രം ഉൾക്കൊള്ളുന്നു. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ശരാശരി ആഴം 3960 മീറ്റർ ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ശരാശരി ആഴം എത്രയാ? 3960 മീറ്റർ ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കൻ അതിർത്തി മുഴുവൻ ഇന്ത്യയുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്നതിലാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇന്ത്യൻ മഹാസമുദ്രം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കൻ അതിർത്തി മുഴുവൻ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇന്ത്യൻ മഹാസമുദ്രം എന്ന പേര് ലഭിച്ചത്. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ M ആകൃതിയിൽ കാണപ്പെടുന്ന മഹാസമുദ്രം എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ M ആകൃതിയിൽ കാണപ്പെടുന്ന മഹാസമുദ്രം ഏതാ? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഓർക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. ഭൂമിയുടെ ഉപരിതല വിസ്തൃതിയുടെ 19% ഇന്ത്യൻ മഹാസമുദ്രം ഉൾക്കൊള്ളുന്നു. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ശരാശരി ആഴം എന്ന് പറയുന്നത് 3960 മീറ്റർ ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കൻ അതിർത്തി മുഴുവൻ ഇന്ത്യയുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്നതിലാണ് ഇന്ത്യൻ മഹാസമുദ്രം എന്ന പേര് ലഭിച്ചത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ M ആകൃതിയിൽ കാണപ്പെടുന്ന മഹാസമുദ്രം എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. പ്രാചീന കാലത്ത് രത്നാകര എന്നറിയപ്പെട്ടിരുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. പ്രാചീന കാലത്ത് രത്നാകര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് മഡഗാസ്കർ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? മഡഗാസ്കർ ആണ്. 8ാമത്തെ ഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്നത് മഡഗാസ്കർ ആണ്. ഓർത്തോളനെ, പ്രീവിയസ് ആണ്. 8ാമത്തെ ഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്നത് മഡഗാസ്കർ ആണ്. ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ ദ്വീപ് എന്നറിയപ്പെടുന്നത് മഡഗാസ്കർ ആണ്. ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ ദ്വീപ് എന്നറിയപ്പെടുന്നത് ഏതാ?
മഡഗാസ്കർ ആണ്. ജാവ, സുമാത്ര എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ജാവ, സുമാത്ര എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ചെങ്കടൽ, അറബിക്കടൽ, പേർഷ്യൻ കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ചെങ്കടൽ, അറബിക്കടൽ, പേർഷ്യൻ കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പ്രാചീന കാലത്ത് രത്നാകര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് മഡഗാസ്കർ. 8ാമത്തെ ഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്നത് മഡഗാസ്കർ ആണ്. ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ ദ്വീപ് എന്നറിയപ്പെടുന്നത് മഡഗാസ്കർ ആണ്. ജാവ, സുമാത്ര എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ചെങ്കടൽ, അറബിക്കടൽ, പേർഷ്യൻ കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായാണ്. ഓർക്കുക. ഏറ്റവും ചൂട് കൂടിയ മഹാസമുദ്രം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രം. നല്ലൊരു പോയിന്റ് ആണ്. ഏറ്റവും ചൂട് കൂടിയ മഹാസമുദ്രം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ ജലപ്രവാഹങ്ങൾ പ്രധാനമായും ഉഷ്ണജല പ്രവാഹങ്ങളാണ്. സെറ്റാണ്. ഇന്ത്യൻ ജലപ്രവാഹങ്ങൾ പ്രധാനമായിട്ടും ഉഷ്ണജല പ്രവാഹങ്ങളാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായുള്ള മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലാണ് സൂയസ് കനാല്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായുള്ള മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സൂയസ് കനാൽ എന്ന്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന ജലപ്രവാഹങ്ങളാണ് മൊസാബിക്, അതുപോലെ അഗുൽഹാസ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാ? ഒന്ന് മൊസാബിക്കും മറ്റൊന്ന് അഗുൽഹാസും. ദക്ഷിണ പസഫിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലാണ് ഓസ്ട്രേലിയ സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണ പസഫിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം എന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രേലിയ ആണ്. ഓർക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഏറ്റവും ചൂട് കൂടിയ മഹാസമുദ്രം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ ജലപ്രവാഹങ്ങൾ പ്രധാനമായും ഉഷ്ണജല പ്രവാഹങ്ങളാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായുള്ള മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലാണ് സൂയസ് കനാല്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന ജലപ്രവാഹങ്ങളാണ് മൊസാബിക് പ്രവാഹവും അതുപോലെ അഗുൽഹാസ് പ്രവാഹവും. ദക്ഷിണ പസഫിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലാണ് ഓസ്ട്രേലിയ സ്ഥിതി ചെയ്യുന്നത്. ഇതുകൂടെ ഒന്ന് ഓർക്കുക. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് അന്റാർട്ടിക് സമുദ്രം. ഏതാണ് അന്റാർട്ടിക് സമുദ്രം? അന്റാർട്ടിക് സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അന്റാർട്ടിക് സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി എത്രയാ? 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ദക്ഷിണ സമുദ്രം എന്നും ആസ്ട്രൽ സമുദ്രം എന്നും അറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രം. ദക്ഷിണ സമുദ്രം എന്നും ആസ്ട്രൽ സമുദ്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? അന്റാർട്ടിക്ക സമുദ്രമാണ്. തുറമുഖങ്ങൾ ഇല്ലാത്ത സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രമാണ്. തുറമുഖങ്ങൾ ഇല്ലാത്ത സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രമാണ്. സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്ന സമുദ്രം എന്നറിയപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഓർത്തോളണേ, സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്ന സമുദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ്. 60 ഡിഗ്രി അക്ഷാംശത്തിന് തെക്കു ഭാഗത്തായി അന്റാർട്ടിക്കയെ വലയം ചെയ്ത് കാണപ്പെടുന്ന സമുദ്രമാണ് ആര്? അന്റാർട്ടിക് സമുദ്രം. ഓർത്തോളണേ, 60 ഡിഗ്രി അക്ഷാംശത്തിന് തെക്കു ഭാഗത്തായി അന്റാർട്ടിക്കയെ വലയം ചെയ്ത് കാണപ്പെടുന്ന സമുദ്രം ഏതാണ്? അന്റാർട്ടിക് സമുദ്രമാണ്. ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ സമുദ്രവും ലോകത്തിലെ ഏറ്റവും ചെറിയ 2ാമത്തെ സമുദ്രവും എന്നറിയപ്പെടുന്നത് ഏതാണ്? അന്റാർട്ടിക് സമുദ്രമാണ്. തെറ്റിപ്പോവല്ലേ. ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ സമുദ്രമെന്നും ലോകത്തിലെ 2ാമത്തെ ഏറ്റവും ചെറിയ സമുദ്രമെന്നും അറിയപ്പെടുന്നത് ആരാ? അന്റാർട്ടിക് സമുദ്രമാണ്. അതുപോലെ തന്നെ പ്രക്ഷുബ്ധ ജലപ്രവാഹങ്ങൾക്ക് പ്രശസ്തമായത് അന്റാർട്ടിക് സമുദ്രമാണ്. പ്രക്ഷുബ്ധമായ ജലപ്രവാഹങ്ങൾക്ക് പ്രശസ്തമായ സമുദ്രം എന്നറിയപ്പെടുന്നത് ഏതാ? അന്റാർട്ടിക് സമുദ്രമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അന്റാർട്ടിക് സമുദ്രത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ദക്ഷിണ സമുദ്രം എന്നും ആസ്ട്രൽ സമുദ്രം എന്നും അറിയപ്പെടുന്നത് അന്റാർട്ടിക്ക സമുദ്രം. തുറമുഖങ്ങൾ ഇല്ലാത്ത സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രം. സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്ന സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രം. 60 ഡിഗ്രി അക്ഷാംശത്തിന് തെക്കു ഭാഗത്തായി അന്റാർട്ടിക്കയെ വലയം ചെയ്ത് കാണപ്പെടുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ സമുദ്രവും ലോകത്തിലെ ഏറ്റവും ചെറിയ 2ാമത്തെ സമുദ്രവുമാണ് ആര്? അന്റാർട്ടിക് സമുദ്രം. പ്രക്ഷുബ്ധമായ ജലപ്രവാഹങ്ങൾക്ക് പ്രശസ്തമായത് അന്റാർട്ടിക് സമുദ്രമാണ്. ഓർക്കുക. അടുത്തതായി 5ാമത്തെ നമ്മുടെ അവസാനത്തെ സമുദ്രം നമ്മൾ നോക്കാൻ പോവുകയാണ് ആർട്ടിക് സമുദ്രം. ആർട്ടിക് സമുദ്രത്തിന് 14 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ആർട്ടിക് സമുദ്രത്തിന് 14 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. മഹാസമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതും ആഴം കുറഞ്ഞതുമായ സമുദ്രം എന്നറിയപ്പെടുന്നത് ആർട്ടിക് സമുദ്രമാണ്. മഹാസമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതും ആഴം കുറഞ്ഞതുമായ സമുദ്രം എന്നറിയപ്പെടുന്നത് ആർട്ടിക് സമുദ്രമാണ്.
ഭൂമിയുടെ ഉപരിതല വിസ്തൃതിയുടെ 1.3% മാത്രം ഉൾക്കൊള്ളുന്ന സമുദ്രം എന്നറിയപ്പെടുന്നത് ആർട്ടിക് സമുദ്രമാണ്. ഭൂമിയുടെ ഉപരിതല വിസ്തൃതിയുടെ 1.3% മാത്രം ഉൾക്കൊള്ളുന്ന സമുദ്രം എന്നറിയപ്പെടുന്നത് ആർട്ടിക് സമുദ്രമാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക് സമുദ്രമാണ്. പ്രീവിയസ് ആണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാ? ആർട്ടിക് സമുദ്രമാണ്. ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ആർട്ടിക് ബേസൻ. ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം അറിയപ്പെടുന്ന പേരെന്താ? ആർട്ടിക് ബേസൻ എന്നാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആർട്ടിക് സമുദ്രത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആർട്ടിക് സമുദ്രത്തിന് 14 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. മഹാസമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതും ആഴം കുറഞ്ഞതുമായ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിന്റെ 1.3% ഉൾക്കൊള്ളുന്ന സമുദ്രം ആർട്ടിക് സമുദ്രമാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക് സമുദ്രമാണ്. ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം അറിയപ്പെടുന്ന പേരെന്താ? ആർട്ടിക് ബേസൻ എന്നാണ്. മഞ്ഞുകാലങ്ങളിൽ പൂർണ്ണമായും ഐസിനാൽ മൂടപ്പെട്ട സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. മഞ്ഞുകാലങ്ങളില് പൂർണ്ണമായും ഐസിനാൽ മൂടപ്പെട്ട സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. മഹാസമുദ്രങ്ങളിൽ ഏറ്റവും കുറവ് ലവണത്വം കാണപ്പെടുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഇമ്പോർട്ടന്റ് ആണ്. മഹാസമുദ്രങ്ങളിലെ ഏറ്റവും കുറവ് ലവണത്വം കാണപ്പെടുന്ന സമുദ്രം എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക് സമുദ്രമാണ്. ആർട്ടിക് സമുദ്രത്തെ പസഫിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നതാണ് ബെറിൻ കടലിടുക്ക്. പ്രീവിയസ് ആണ്, ഓർത്തോളണേ. ആർട്ടിക് സമുദ്രത്തെ പസഫിക് മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് അറിയപ്പെടുന്ന പേരെന്താണ്? ബെറിൻ കടലിടുക്ക്. ആർട്ടിക് സമുദ്രത്തെ അറ്റ്ലാന്റിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നത് ഗ്രീൻലാൻഡ് കടല്, ലാബ്രഡോർ കടല്, നോർവീജിയൻ കടല്. ഓർത്തോളനെ, ആർട്ടിക് സമുദ്രത്തെ അറ്റ്ലാന്റിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നത് ആരൊക്കെയാ? ഗ്രീൻലാൻഡ് കടല്, ലാബ്രഡോർ കടല്, അതുപോലെ നോർവീജിയൻ കടല് എന്നിവയാണ്. ഓർക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മഞ്ഞുകാലങ്ങളിൽ പൂർണ്ണമായും ഐസിനാൽ മൂടപ്പെട്ട് കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. മഹാസമുദ്രങ്ങളിൽ ഏറ്റവും കുറവ് ലവണത്വം കാണപ്പെടുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ആർട്ടിക് സമുദ്രത്തെ പസഫിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നത് ബെറിൻ കടലിടുക്കിലൂടെയാണ്. ആർട്ടിക് സമുദ്രത്തെ അറ്റ്ലാന്റിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നത് ഗ്രീൻലാൻഡ് കടല്, ലാബ്രഡോർ കടല്, അതുപോലെ നോർവീജിയൻ കടല് എന്നിവ വഴിയാണ്. ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഫ്രഞ്ചുകാര്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെറിയൊരു ടോപ്പിക് ആണെങ്കിലും ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മേഖലയാണ് ഫ്രഞ്ചുകാര്. ഇവിടെ നമ്മൾ ഫ്രഞ്ചുകാരുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. ശ്രദ്ധിക്കുക. ഫ്രഞ്ചുകാർ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തി എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാർ. അവസാനം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തി എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രഞ്ചുകാരാണ്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി. ഇന്ത്യയില് ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ചോദിച്ചാൽ പോണ്ടിച്ചേരി അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ പേരെന്താണ്? പുതുച്ചേരി എന്ന്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയിഡ് മാർട്ടിന്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രാങ്കോയിഡ് മാർട്ടിനാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി കോൾബർട്ട്. ഓർത്തോളനെ, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി ആരാണ്? കോൾബർട്ട്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 14. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തി ആരായിരുന്നു? ലൂയി 14 പരന്തരീസുകാർ എന്നറിയപ്പെട്ടിരുന്നത് ആരെന്ന് ചോദിച്ചാൽ ഫ്രഞ്ചുകാരായിരുന്നു. പരന്തരീസുകാർ എന്നറിയപ്പെട്ടിരുന്നത് ഫ്രഞ്ചുകാരായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇതിൽ ഒരു പോയിന്റ് പോലും കളയാനില്ല. മുഴുവൻ പ്രീവിയസ് ആണ്. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. അവസാനം എത്തിയ യൂറോപ്യൻ ശക്തി എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് ഫ്രാങ്കോയിഡ് മാർട്ടിനാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി കോൾബർട്ടാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 14. പരന്തരീസുകാർ എന്നറിയപ്പെട്ടിരുന്നത് ഫ്രഞ്ചുകാരെയായിരുന്നു. ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളാണ് പോണ്ടിച്ചേരി, യാനം, മാഹി, ചന്ദ്രനഗർ, കാരക്കൽ. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് ആണ്. ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു? പോണ്ടിച്ചേരി, യാനം, മാഹി, ചന്ദ്രനഗർ, കാരക്കൽ എന്നിവയായിരുന്നു. 1668 ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂറത്തിലാണ്. 1668 ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എവിടെ ആരംഭിച്ചത്? സൂറത്തിലായിരുന്നു. ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശം മാഹി ആയിരുന്നു. ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശം ചോദിച്ചാൽ മാഹിയാണ്.
ഫ്രഞ്ചുകാർ മയ്യഴിയിൽ കോട്ട പണിത വർഷം 1724. ഫ്രഞ്ചുകാര് മയ്യഴിയിൽ കോട്ട പണിത വർഷം 1724. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയില് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളാണ് പോണ്ടിച്ചേരി, യാനം, മാഹി, ചന്ദ്രനഗർ, കാരയ്ക്കൽ എന്നിവ. 1668 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂറത്തിലാണ്. ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശം എന്ന് ചോദിച്ചാൽ മാഹിയാണ്. ഫ്രഞ്ചുകാർ മയ്യഴിയിൽ കോട്ട പണിത വർഷം 1724. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർക്കുക. ഇന്ത്യയിൽ ഫ്രഞ്ച് അധിനിവേശം അവസാനിക്കാൻ കാരണമായ യുദ്ധം വാണ്ടിവാഷ് യുദ്ധം. ഇന്ത്യയിലെ ഫ്രഞ്ച് അധിനിവേശം അവസാനിക്കാൻ കാരണമായ യുദ്ധം വാണ്ടിവാഷ് യുദ്ധം. വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം 1760. വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം 1760. വാണ്ടിവാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനം തമിഴ്നാട്. വാണ്ടിവാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാ? തമിഴ്നാടാണ്. വാണ്ടിവാഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് ഐക്യൂട്ട്. വാണ്ടിവാഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് ആരായിരുന്നു? ഐക്യൂട്ട് ആയിരുന്നു. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷം 1954. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷം 1954. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ഫ്രഞ്ച് അധിനിവേശം അവസാനിപ്പിക്കാൻ കാരണമായ യുദ്ധം വാണ്ടിവാഷ് യുദ്ധം. വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം 1760. വാണ്ടിവാഷ് യുദ്ധം നടന്ന ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. വാണ്ടിവാഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് ഐക്യൂട്ട്. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷം 1954. ഇനി നമുക്ക് നോക്കുവാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മേഖലയാണ് ഇന്ത്യൻ ഉപദ്വീപീയ നദികളെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖലയാണ് ഇന്ത്യൻ ഉപദ്വീപീയ നദികൾ. അതിൽ തന്നെ പ്രധാനമായിട്ട് ഇപ്പൊ PSC ചോദിക്കുന്നത് നർമ്മദ, താപ്തി, മഹാനദി എന്നിവയിൽ നിന്നാണ് ചോദിക്കുന്നത് കൂടുതലായിട്ടും. അതുകൊണ്ട് ആദ്യം നമുക്ക് പഠിച്ചു തീർക്കാനുള്ളതും ഈ 3 നദികളാണ്: നർമ്മദ, താപ്തി, മഹാനദി. ഇന്ത്യൻ നദികളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കുന്നു: ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും. ഇന്ത്യൻ നദികളെ പ്രധാനമായിട്ട് നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് ഹിമാലയൻ നദികളെന്നും മറ്റൊന്നെന്താ? ഉപദ്വീപീയ നദികളെന്നും. ഇന്ത്യൻ ഉപദ്വീപീയ നദികൾ പ്രധാനമായും 6 എണ്ണം. ഇന്ത്യൻ ഉപദ്വീപീയ നദികൾ പ്രധാനമായിട്ടും എത്ര എണ്ണമുണ്ട്? 6 എണ്ണമുണ്ട്. ഏതൊക്കെയാ? ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി, നർമ്മദ, താപ്തി. ഇന്ത്യൻ ഉപദ്വീപീയ നദികൾ പ്രധാനമായി എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവ ഏതൊക്കെയാ? ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി, നർമ്മദ, താപ്തി എന്നിവയാണ്. ഉപദ്വീപീയ നദികളുടെ പ്രത്യേകതകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ട് ശ്രദ്ധിക്കുക. ഉപദ്വീപീയ നദികളുടെ പ്രത്യേകതകൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഉപദ്വീപീയ നദികൾ എന്ന് വിളിക്കുന്നത്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമുള്ള നദികളാണ് ഉപദ്വീപീയ നദികൾ. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമുള്ള നദികളാണ് ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. അപരദന തീവ്രത താരതമ്യേന കുറവാണ് എവിടെ? ഉപദ്വീപീയ നദികൾക്ക്. അപരദന പ്രക്രിയ താരതമ്യേന കുറവാണ് ഉപദ്വീപീയ നദികൾക്ക്. കാഠിന്യ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എവിടെ? ഉപദ്വീപീയ നദികളുടെ കാര്യത്തില്. കാഠിന്യ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എവിടെ? ഉപദ്വീപീയ നദികളില്. കുറഞ്ഞ ജലസേചന ശേഷി മാത്രമേ ഉപദ്വീപീയ നദികൾക്കുണ്ടായിരിക്കുള്ളൂ. കുറഞ്ഞ ജലസേചന ശേഷി മാത്രമേ ഉപദ്വീപീയ നദികൾക്കുണ്ടായിരിക്കുള്ളൂ. ഉൾനാടൻ ഗതാഗതത്തിന് സാധ്യത താരതമ്യേന കുറവാണ് ഉപദ്വീപീയ നദികളുടെ കേസില്. ഉൾനാടൻ ഗതാഗതത്തിന്റെ സാധ്യത വളരെ കുറവാണ് ഉപദ്വീപീയ നദികൾക്ക്. കാരണം എന്താണ്? ജലസേചനം അല്ലെങ്കിൽ ജലത്തിന്റെ ലഭ്യത എന്ന് പറയുന്ന അല്ലെങ്കിൽ അളവെന്ന് പറയുന്ന വളരെ കുറവായതുകൊണ്ടാണ്. ഉപദ്വീപീയ നദികളിൽ ഭൂരിഭാഗവും പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഉപദ്വീപീയ നദികളിൽ ഭൂരിഭാഗവും പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഓർത്തോളണേ. ഉപദ്വീപീയ നദികളിൽ ഭൂരിഭാഗവും പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഉപദ്വീപീയ നദികളിൽ ഭൂരിഭാഗം നദികളും മഴയെ മാത്രം ആശ്രയിച്ച് ഒഴുകുന്ന നദികളാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഉപദ്വീപീയ നദികളിലെ ഭൂരിഭാഗം നദികളും മഴയെ മാത്രം ആശ്രയിച്ച് ഒഴുകുന്ന നദികളാണ്. ഇല്ലെങ്കിൽ പറയും മൺസൂൺ മഴയെ ആശ്രയിക്കുന്ന നദികളാണ് ആര്? ഉപദ്വീപീയ നദികള്. മൺസൂൺ മഴയെ ആശ്രയിച്ചിരിക്കുന്ന നദികളാണ് ആര്? ഉപദ്വീപീയ നദികള്. ഓർക്കുക. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഇന്ത്യൻ ഉപദ്വീപീയ നദികളാണ് ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ
പതിക്കുന്ന ഇന്ത്യൻ ഉപദ്വീപീയ നദികളാണ് ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഇന്ത്യൻ ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും. പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഇന്ത്യൻ ഉപദ്വീപീയ നദികളാണ് ഏതൊക്കെ? നർമ്മദയും താപ്തിയും. അതുകൂടെ ഒന്ന് ഓർക്കുക. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് നർമ്മദ നദിയെ പറ്റിയിട്ടാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് നർമ്മദ നദിയെ പറ്റിയിട്ടാണ്. നർമ്മദാ നദിയുടെ ഉത്ഭവസ്ഥാനം അമർഖാണ്ഡ കുന്നുകളുടെ ഭാഗമായ മൈക്കല പർവ്വത നിരകളിൽ നിന്നും പ്രീവിയസ് ആണ്. നർമ്മദാ നദിയുടെ ഉത്ഭവസ്ഥാനം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? അമർഖാണ്ഡ കുന്നുകളുടെ ഭാഗമായുള്ള മൈക്കല പർവ്വതങ്ങളിൽ നിന്നുമാണ്. നർമ്മദാ നദിയുടെ പതനസ്ഥാനം എന്നറിയപ്പെടുന്നത് അറബിക്കടലാണ്. നർമ്മദാ നദിയുടെ പതനസ്ഥാനം എന്നറിയപ്പെടുന്നത് എവിടെയാ? അറബിക്കടലാണ്. നർമ്മദാ നദിയുടെ നീളം 1312 കിലോമീറ്റർ. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. നർമ്മദാ നദിയുടെ നീളം 1312 കിലോമീറ്റർ ആണ്. നർമ്മദാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. നർമ്മദാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ആരൊഴുകുന്നത്? നർമ്മദാ നദി ഒഴുകുന്നത്. ഓർക്കുക. നർമ്മദാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നർമ്മദാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? മധ്യപ്രദേശ് ആണ്. നർമ്മദാ താഴ്വര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. നർമ്മദാ താഴ്വര തന്നെ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാ? മധ്യപ്രദേശ് സംസ്ഥാനത്തിലാണ്. പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദി നർമ്മദ. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദി ഏതായിരുന്നു? നർമ്മദയായിരുന്നു. സന്തോഷം നൽകുന്നു എന്ന അർത്ഥമുള്ള നദി എന്ന് ചോദിച്ചാൽ അത് നർമ്മദയാണ്. സന്തോഷം നൽകുന്നു എന്ന അർത്ഥമുള്ള നദി ഏതാണ്? അത് നർമ്മദയാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് നർമ്മദയാണ്. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ആരാണ്? നർമ്മദയാണ്. ഫ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന പ്രധാന നദികളിൽ ഒന്ന് നർമ്മദയാണ്. ഫ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന പ്രധാന നദികളിൽ ഒന്ന് ആരെന്ന് ചോദിച്ചാൽ നർമ്മദയാണ്. ഇത് ഒരുപാട് തവണ പ്രീവിയസ് ആയി PSC ചോദിച്ച ചോദ്യവുമാണ്. ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നതും നർമ്മദയാണ്. ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നതും ആരാണ്? നർമ്മദയാണ്. ഓർക്കുക. ഇന്ത്യയിലെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന നദി നർമ്മദയാണ്. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന നദി ഏതാണ്? നർമ്മദയാണ്. ഡെക്കാൻ പീഠഭൂമിക്കും മാൽവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് നർമ്മദയാണ്. ഡെക്കാൻ പീഠഭൂമിക്കും മാൽവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ആരാ? നർമ്മദയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ മൂന്നാമത്തെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ അത് നർമ്മദയാണ്. ശ്രദ്ധിച്ചോളണേ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ മൂന്നാമത്തെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ അത് നർമ്മദയാണ്. ഗുജറാത്തിന്റെയും മധ്യപ്രദേശിന്റെയും ജീവരേഖ എന്നറിയപ്പെടുന്ന നദി നർമ്മദയാണ്. ഗുജറാത്തിന്റെയും മധ്യപ്രദേശിന്റെയും ജീവരേഖ എന്നറിയപ്പെടുന്ന നദി നർമ്മദയാണ്. നർമ്മദാ നദി അറബിക്കടലിൽ പതിക്കുന്നത് ഗുജറാത്തിന്റെ ഭാഗമായുള്ള കംഫത്ത് ഉൾക്കടലിൽ വെച്ചാണ് കേട്ടോ. നർമ്മദാ നദി അറബിക്കടലിൽ പതിക്കുന്നത് ഗുജറാത്തിന്റെ ഭാഗമായുള്ള കംഫത്ത് ഉൾക്കടലിൽ വെച്ചിട്ടാണ്. അതുകൂടെ ഒന്ന് ഓർക്കുക. കൻഹ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതടം നർമ്മദാ നദീതടം. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതുള്ള പ്രീവിയസ് ആണ്. കൻഹ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതടം നർമ്മദാ നദീതടം. രണ്ടു പർവ്വതങ്ങൾക്കിടയിലെ നദി എന്നറിയപ്പെടുന്നത് നർമ്മദയാണ്. മധ്യപ്രദേശിലെ മാർബിൾ റോക്കുകൾ നർമ്മദാ നദിയുടെ ഭാഗമായി കാണപ്പെടുന്നു. പ്രീവിയസ് ആണ്, പഠിച്ചോളനെ. മധ്യപ്രദേശിലെ മാർബിൾ റോക്കുകൾ നർമ്മദാ നദിയുടെ ഭാഗമായി കാണപ്പെടുന്നു. ഓംകാരേശ്വർ ദ്വീപ് കാണപ്പെടുന്ന നദി നർമ്മദാ നദി. ഓംകാരേശ്വർ ദ്വീപ് കാണപ്പെടുന്ന നദി നർമ്മദാ നദിയാണ്. ദുവാന്തർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദാ നദി. പ്രീവിയസ് ക്വസ്റ്റ്യൻ പിന്നെയും വന്നിരിക്കുന്നു. ദുവാന്തർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദാ നദിയാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന ഉപദ്വീപീയ നദി എന്ന് ചോദിച്ചാൽ അത് നർമ്മദയാണ്. 30 അണക്കെട്ടുകളാണ് നമ്മുടെ നർമ്മദാ നദിയിൽ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഓർത്തോളനെ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന ഉപദ്വീപീയ നദി എന്ന് ചോദിച്ചാൽ നർമ്മദയാണ്. എത്ര അണക്കെട്ടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്? 30 അണക്കെട്ടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് PSC ചോദിച്ചതാണ്. നർമ്മദ നദീജല തർക്കം പരിഹരിക്കാൻ ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം 1969 ഒക്ടോബർ മാസം 6-ാം തീയതി. നർമ്മദ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം 1969 ഒക്ടോബർ മാസം 6-ാം തീയതി. നർമ്മദാ നദിയിലെ പ്രശസ്തമായ അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. നർമ്മദാ നദിയിലെ പ്രശസ്തമായ അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? ഗുജറാത്ത് ആണ്. മേധാ പട്കർ നടത്തിയ പരിസ്ഥിതി സമരങ്ങളുടെ പേരിൽ പ്രശസ്തമായ അണക്കെട്ട് എന്ന് ചോദിച്ചാൽ അത്
സർദാർ സരോവർ അണക്കെട്ടാണ്. മേധാ പട്കർ നടത്തിയ പരിസ്ഥിതി സമരങ്ങളുടെ പേരിൽ പ്രശസ്തമായ അണക്കെട്ട് സർദാർ സരോവർ അണക്കെട്ട്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് സർദാർ സരോവർ ഡാമിന്റെ ഭാഗമായുള്ള സാധു ബെറ്റ് എന്ന നദീദ്വീപിലാണ്. ഓർത്തോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് സർദാർ സരോവർ ഡാമിന്റെ ഭാഗമായുള്ള സാധു ബെറ്റ് എന്ന നദീദ്വീപിലാണ്. ഓർക്കുക. നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികളാണ് താവ, ബെഞ്ചാര, ഷേർ, ഹിരൺ എന്നിവ. നർമ്മദ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാ? താവ, ബെഞ്ചാര, ഷേർ, ഹിരൺ എന്നിവയാണ്. നർമ്മദ നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് താവ. ഓർത്തോളനെ, നർമ്മദ നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി എന്നറിയപ്പെടുന്നത് ആരാ? താവയാണ്. ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് നർമ്മദ ബച്ചാവോ ആന്തോളനെ പറ്റിയിട്ടാണ് കേട്ടോ. എന്താണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ? നർമ്മദ ബച്ചാവോ ആന്തോളൻ സംഘടനയുടെ നേതാവ് മേധാ പട്കർ ആണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ സംഘടനയുടെ നേതാവ് മേധാ പട്കർ ആണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ ആരംഭിച്ച വർഷം 1989. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത് രണ്ടും. നർമ്മദ ബച്ചാവോ ആന്തോളൻ ആരംഭിച്ച വർഷം 1989. മേധാ പട്കർ രൂപീകരിച്ച പാർട്ടിയുടെ പേര് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട്. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. മേധാ പട്കർ രൂപീകരിച്ച പാർട്ടിയുടെ പേരെന്താ? പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്നാണ്. രാജ്യത്തെ ജനപങ്കാളിത്തമുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയേതര സംഘടന എന്നറിയപ്പെടുന്നത് നർമ്മദ ബച്ചാവോ ആന്തോളനാണ്. രാജ്യത്തെ ജനപങ്കാളിത്തമുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയേതര, അതായത് രാഷ്ട്രീയ അല്ലാത്ത സംഘടന എന്ന് ചോദിച്ചാൽ അത് നർമ്മദ ബച്ചാവോ ആന്തോളനാണ്. ഗുജറാത്തിലെ സർദാർ സരോവർ പദ്ധതിക്കെതിരെ മേധാ പട്കർ രൂപീകരിച്ച സംഘടന നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. ഗുജറാത്തിലെ സർദാർ സരോവർ പദ്ധതിക്കെതിരെ മേധാ പട്കർ രൂപീകരിച്ച സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. മേധാ പട്കർ ആദ്യമായി നർമ്മദ താഴ്വര സന്ദർശിച്ച വർഷം 1985. മേധാ പട്കർ ആദ്യമായിട്ട് നർമ്മദ താഴ്വര സന്ദർശിച്ച വർഷം എത്രയാ? 1985 ആണ്. വേറൊന്നുമില്ല, നർമ്മദ നദിയിൽ ഇത്രയും ഡാമുകൾ ഉള്ളത് കൊണ്ട് തന്നെ നദിക്ക് നാശം സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മേധാ പട്കർ എന്ത് ചെയ്തത്? നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത്. അതുകൊണ്ടൊന്ന് ഓർക്കുക. സർദാർ സരോവർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബാധിക്കപ്പെട്ടവർക്ക് വേണ്ടി മേധാ പട്കർ സമരം ആരംഭിച്ച വർഷം 1987. സർദാർ സരോവർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബാധിക്കപ്പെട്ടവർക്ക് വേണ്ടി മേധാ പട്കർ സമരം ആരംഭിച്ച വർഷം 1987. നർമ്മദ ബച്ചാവോ ആന്തോളൻ റൈറ്റ് ടു ലൈവ്ഹുഡ് അവാർഡ് ലഭിച്ച വർഷം 1991. നർമ്മദ ബച്ചാവോ ആന്തോളന് റൈറ്റ് ടു ലൈവ്ലിഹുഡ് അവാർഡ് ലഭിച്ച വർഷം 1991. നർമ്മദ നദിയെ സംരക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി നർമ്മദ സേവാ മിഷൻ. നർമ്മദ നദിയെ സംരക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി എന്താണ്? നർമ്മദ സേവാ മിഷൻ എന്നാണ്. ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട നദിയാണ് താപ്തി നദി. ഏതാണ്? താപ്തി നദി. താപ്തി നദിയുടെ ഉത്ഭവസ്ഥാനം സത്പുര മലനിരകളുടെ ഭാഗമായുള്ള മുൾട്ടായി റിസർവ് വനങ്ങളിൽ നിന്നും, അതായത് മധ്യപ്രദേശിൽ നിന്നുമാണ് കേട്ടോ. മധ്യപ്രദേശ് നമ്മുടെ സംസ്ഥാനത്തിലാണ് ആര് കാണപ്പെടുന്നത്? സത്പുര നദികളുടെ ഭാഗമായിട്ടുള്ള മുൾട്ടായി റിസർവ് വനങ്ങൾ കാണപ്പെടുന്നത്. അവിടെ നിന്നുമാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്. താപ്തി നദിയുടെ നീളം 724 കിലോമീറ്റർ. പ്രീവിയസ് ആണ്. താപ്തി നദിയുടെ നീളം എത്രയാ? 724 കിലോമീറ്റർ ആണ്. താപ്തി നദിയുടെ പതനസ്ഥാനം അറബിക്കടലാണ്. താപ്തി നദിയുടെ പതനസ്ഥാനം എവിടെയാ? അറബിക്കടലിലാണ്. താപ്തി നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താപ്തി നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവയാണ്. ഓർക്കുക. താപി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി താപ്തി നദി. താപി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? താപ്തി നദിയാണ്. ചൂട് എന്ന അർത്ഥം വരുന്ന പേരുള്ള ഉപദ്വീപീയ നദി എന്ന് ചോദിച്ചാൽ അത് താപ്തി നദിയാണ്. ചൂട് എന്ന അർത്ഥം വരുന്ന പേരുള്ള ഉപദ്വീപീയ നദി എന്ന് ചോദിച്ചാൽ അത് താപ്തി നദിയാണ്. നർമ്മദ നദിയുടെ ഇരട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന നദി താപ്തി നദിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നർമ്മദ നദിയുടെ ഇരട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? താപ്തി നദിയാണ്. ഹാൻഡ് മെയ്ഡ് ഓഫ് നർമ്മദ എന്നറിയപ്പെടുന്ന നദി താപ്തി നദിയാണ്. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഹാൻഡ് മെയ്ഡ് ഓഫ് നർമ്മദ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? താപ്തി നദിയാണ്. ഫ്രഞ്ച് താഴ്വരയിലൂടെ ഒഴുകുന്ന നദികളിലൊന്ന് താപ്തി നദിയാണ്. ഫ്രഞ്ച് താഴ്വരയിലൂടെ ഒഴുകുന്ന നദികളിലൊന്ന് ആരാ? താപ്തി നദിയാണ്. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട നദികളാണ് എവിടെ വഴി ഒഴുകുന്നത്? ഫ്രഞ്ച് താഴ്വരകളിലൂടെ ഒഴുകുന്നത്. ഒന്നാരാ? നർമ്മദ. മറ്റൊന്നാരാണ്? താപ്തിയുമാണ്. ഇതുകൂടെ സുഹൃത്തുക്കളൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ഫ്രഞ്ച് താഴ്വരയിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് താപ്തിയാണ്. ഫ്രഞ്ച് താഴ്വരയിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് താപ്തിയാണ്. ഓർക്കുക. നർമ്മദ നദിക്കും ഗോദാവരി നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി
താപ്തി നദി. നർമ്മദാ നദിക്കും ഗോദാവരി നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് താപ്തി നദിയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി എന്നറിയപ്പെടുന്നത് താപ്തി നദിയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് താപ്തി നദിയാണ്. ഉക്കായി ഗുജറാത്ത്, കാക്രാപാറ ഗുജറാത്ത് ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് താപ്തി നദിയാണ്. പ്രീവിയസ് ആണ്. ഉക്കായി ഗുജറാത്ത്, കാക്രാപാറ ഗുജറാത്ത് ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് താപ്തി നദിയാണ്. താപ്തി നദി അറബിക്കടലിൽ ചേരുന്നത് സൂറത്തിൽ വെച്ചാണ്. എവിടെയാണ്? ഗുജറാത്തിലെ സൂറത്ത് നഗരത്തിൽ വെച്ചാണ് താപ്തി നദി എന്ത് ചെയ്യുന്നത്? അറബിക്കടലിൽ ചേരുന്നത്. ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് മഹാനദി. ഏതാണ്? മഹാനദി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണേ. മഹാനദി. മഹാനദിയുടെ ഉത്ഭവസ്ഥാനം സിഹാവ മലനിരകളുടെ ഭാഗമായ അമർകാണ്ട കൊടുമുടികളിൽ നിന്നും സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് കേട്ടോ. മഹാനദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് സിഹാവ മലനിരകളുടെ ഭാഗമായ അമർകാണ്ട കൊടുമുടികളിൽ നിന്നുമാണ്. ഇത് എവിടെയാ കൃത്യമായി സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായാണ്. മഹാനദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. മഹാനദിയുടെ പതനസ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലാണ്. ശ്രദ്ധിച്ചോണേ, മഹാനദിയുടെ പതനസ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലാണ്. മഹാനദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന പ്രദേശം കട്ടക്ക്, ഒഡീഷ. പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. മഹാനദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന പ്രദേശം ഏതാണ്? കട്ടക്ക്, ഒഡീഷ. മഹാനദിയുടെ നീളം 857 കിലോമീറ്റർ. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. മഹാനദിയുടെ നീളം എത്രയാ? 857 കിലോമീറ്റർ ആണ്. ഓർക്കുക. മഹാനദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. മഹാനദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവയാണ്. മഹാനദിയുടെ പ്രധാന പോഷകനദികളാണ് ഷിയോനാഥ്, ഇബ്, ടെല്ല്. ഇത് മൂന്നും പ്രീവിയസ് ആയി PSC ചോദിച്ചിട്ടുള്ളതാണ്. മഹാനദിയുടെ പ്രധാന പോഷകനദികൾ ഏതൊക്കെയാ? ഷിയോനാഥ്, ഇബ്, ടെല്ല് എന്നിവയാണ്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദി എന്നറിയപ്പെടുന്നത് ഷിയോനാഥ് ആണ്. ഇന്ത്യയില് സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദി എന്നറിയപ്പെടുന്നത് ഷിയോനാഥ് ആണ്. ഇതും പ്രീവിയസ് ആയി PSC ചോദിച്ചിട്ടുള്ളതാണ്. ഓർക്കുക. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച മഹാനദിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് മഹാനദിയാണ്. പ്രശസ്തമായ കട്ടക്ക് പട്ടണം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രശസ്തമായ കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാനദിയുടെ തീരത്താണ്. പ്രശസ്തമായ സാമ്പൽപൂർ മഹാനദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ സാമ്പൽപൂർ സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണ്. കജ്ജോഡി എന്നറിയപ്പെടുന്ന കൈവഴിയായി ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് മഹാനദിയാണ്. കജ്ജോഡി എന്ന പേരിൽ കൈവഴിയായി ഒഴുകുന്ന നദി ഏതാണ്? മഹാനദിയാണ്. ഓർക്കുക. മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രശസ്തമായ ഡാമാണ് ഹിരാക്കുട്ട് ഡാം. മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രശസ്തമായ ഡാം ഏതാണ്? ഹിരാക്കുട്ട് ഡാമാണ്. മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡാം എന്നറിയപ്പെടുന്നത് ഹിരാക്കുട്ട് ഡാമാണ്. മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡാം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിരാക്കുട്ട് ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം എന്നറിയപ്പെടുന്നത് ഹിരാക്കുട്ട് ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം എന്നറിയപ്പെടുന്നത് ആരാ? ഹിരാക്കുട്ട് ഡാമാണ്. മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ തുറമുഖം പാരാദ്വീപ്. മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ തുറമുഖം ഏതാണ്? പാരാദ്വീപാണ്. മഹാനദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. മഹാനദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഛത്തീസ്ഗഡ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് മുഴുവൻ പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. സുഹൃത്തുക്കളെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രാഷ്ട്രപതിമാരും അവരുടെ പുസ്തകങ്ങളുമാണ്. ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കുന്നതാണ് രാഷ്ട്രപതിമാരും അവരുടെ പ്രശസ്തമായ പുസ്തകങ്ങളും. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പുസ്തകങ്ങളെന്ന്. ആദ്യമായി നമുക്ക് പഠിക്കേണ്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ പുസ്തകങ്ങളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. സത്യാഗ്രഹ അറ്റ് ചമ്പാരൻ പ്രീവിയസ് ആണ്. സത്യാഗ്രഹ അറ്റ് ചമ്പാരൻ. ഇന്ത്യ ഡിവൈഡഡ് ആത്മകഥയാണ്. ആരുടെ? രാജേന്ദ്ര പ്രസാദിന്റെ ആത്മകഥയാണ് ഇന്ത്യ ഡിവൈഡഡ്. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. മഹാത്മാഗാന്ധി ആൻഡ് ബീഹാർ. ഇതും പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. മഹാത്മാഗാന്ധി ആൻഡ് ബീഹാർ. അറ്റ് ദ ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി. ഇതും പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. അറ്റ് ദ ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ പുസ്തകമാണ്. ദ യൂണിറ്റി ഓഫ് ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ പുസ്തകമാണ്. ദ യൂണിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകമായതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ പുസ്തകമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവ ഏതൊക്കെയാ? സത്യാഗ്രഹ അറ്റ് ചമ്പാരൻ, ഇന്ത്യ ഡിവൈഡഡ്. അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ആത്മകഥയാണ് ഇന്ത്യ ഡിവൈഡഡ് എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി ആൻഡ് ബീഹാർ, അറ്റ് ദ ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ പുസ്തകമാണ്. ദ യൂണിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന 4 പ്രധാനപ്പെട്ട പുസ്തകങ്ങളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്.
അത്രയും ഇമ്പോർട്ടന്റ് ഉണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ പുസ്തകങ്ങൾ ഓർക്കുക. രണ്ടാമതായി നമുക്ക് പഠിക്കാനുള്ളത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പുസ്തകങ്ങളാണ്. നമുക്ക് നോക്കാം ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പുസ്തകം. ഇന്ത്യൻ ഫിലോസഫി. എന്താണ് ഇന്ത്യൻ ഫിലോസഫി? ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ആൻഡ് ഐഡലിസ്റ്റ് വ്യൂ ഓഫ് ലൈഫ്, ആൻഡ് ഐഡലിസ്റ്റ് വ്യൂ ഓഫ് ലൈഫ്, മൈ സെർച്ച് ഫോർ ട്രൂത്ത്, ഇതാണ് പ്രീവിയസ് ആയി ചോദിച്ചത്, മൈ സെർച്ച് ഫോർ ട്രൂത്ത്, ദ ഭഗവത് ഗീത, ദ ഭഗവത് ഗീത, ദ പ്രിൻസിപ്പൽ ഓഫ് ഉപനിഷത്ത്, ദ പ്രിൻസിപ്പൽ ഉപനിഷത്ത്, ദ പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത്, ദ പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത്, towards a new world, towards a new world, the philosophy of Hinduism, the philosophy of Hinduism, ഇതിനകത്ത് the pursuit of truthും ചോദിച്ചിട്ടുണ്ട്, my search for truthും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. ഒന്നുകൂടി പറയാം, ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പുസ്തകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അവ ഏതൊക്കെയാ? ഇന്ത്യൻ ഫിലോസഫി, ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ആൻഡ് ഐഡലിസ്റ്റ് വ്യൂ ഓഫ് ലൈഫ്, മൈ സെർച്ച് ഫോർ ട്രൂത്ത്, ദി ഭഗവത് ഗീത, ദ പ്രിൻസിപ്പൽ ഉപനിഷത്ത്, ദ പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത്, ടുവേർഡ്സ് ദ ന്യൂ വേൾഡ്, ദി ഫിലോസഫി ഓഫ് ഹിന്ദുയിസം. ഇത്രയുമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ. സക്കീർ ഹുസൈന്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, സക്കീർ ഹുസൈന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ. സൺഷൈൻ ഫോർ അമ്മ, സൺഷൈൻ ഫോർ അമ്മ, എ ഫ്ലവർ സോങ്, എ ഫ്ലവർ സോങ്, അഗ്രേറിയൻ സ്ട്രക്ചർ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ, അഗ്രേറിയൻ സ്ട്രക്ചർ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ, ലിറ്റിൽ ചിക്കൻ ഇൻ എ ഹറി, ലിറ്റിൽ ചിക്കൻ ഇൻ എ ഹറി പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് എന്നുള്ളത് സക്കീർ ഹുസൈന്റെ പുസ്തകമാണ്. ദി ഡൈനാമിക് യൂണിവേഴ്സിറ്റി, ക്യാപിറ്റലിസം, ദി എസൻസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ്. ഇത്രയുമാണ് സക്കീർ ഹുസൈന്റെ പുസ്തകങ്ങൾ. ഇത് ലിറ്റിൽ ചിക്കൻ ഇൻ എ ഹറി എന്നുള്ളത് പ്രീവിയസ് ആയി PSC ചോദിച്ച സക്കീർ ഹുസൈന്റെ പുസ്തകമാണ്. അപ്പൊ ഒന്നുകൂടി പറയാം, സക്കീർ ഹുസൈന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? സൺഷൈൻ ഫോർ അമ്മ, എ ഫ്ലവർ സോങ്, അഗ്രേറിയൻ സ്ട്രക്ചറിൽ ബ്രിട്ടീഷ് ഇന്ത്യ, ലിറ്റിൽ ചിക്കൻ ഇൻ എ ഹറി, എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ്, ദി ഡൈനാമിക് യൂണിവേഴ്സിറ്റി, ക്യാപിറ്റലിസം, ദി എസൻസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ്. ഇത്രയും സുഹൃത്തുക്കള് ഓർത്തു വെക്കുക. VV ഗിരിയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. VV ഗിരിയുടെ ലേബർ പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി, ലേബർ പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി, മൈ ലൈഫ് ആൻഡ് ടൈംസ്, ഇത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. VV ഗിരിയുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആൻഡ് ടൈംസ്. പ്രീവിയസ് ആയി PSC ചോദിച്ചതുമാണ്. അപ്പൊ മൈ ലൈഫ് ആൻഡ് ടൈംസ് എന്നുള്ള ആത്മകഥ എഴുതിയതാരാ? VV ഗിരിയാണ്. ജോബ്സ് ഫോർ ഓവർ മില്യൻസ്, ജോബ്സ് ഫോർ ഓവർ മില്യൻസ്, വോയിസ് ഓഫ് കോൺഷ്യൻസ്, വോയിസ് ഓഫ് കോൺഷ്യൻസ് പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചതാണ്. വോയിസ് ഓഫ് കോൺഷ്യൻസ് എഴുതിയതാരാ? VV ഗിരിയാണ്. സൗണ്ട് ഓഫ് സോള്, സൗണ്ട് ഓഫ് സോൾ എഴുതിയതാരാണ്? VV ഗിരിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. VV ഗിരിയുടെ പ്രശസ്തമായ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ലേബർ പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി, മൈ ലൈഫ് ആൻഡ് ടൈംസ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ആരുടെ? VV ഗിരിയുടെ. ജോബ്സ് ഫോർ ഓവർ മില്യൻസ്, വോയിസ് ഓഫ് കോൺഷ്യൻസ്, അതുപോലെ സൗണ്ട് ഓഫ് സോളും ഇതിനകത്ത് മൈ ലൈഫ് ആൻഡ് ടൈംസ് എന്ന ആത്മകഥ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുപോലെ വോയിസ് ഓഫ് കോൺഷ്യൻസ് എന്നുള്ളതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഓർക്കുക. നീലം സഞ്ജീവ റെഡ്ഡിയുടെ പുസ്തകമാണ് വിത്തൗട്ട് ഫിയർ ഫേവർ. നമ്മുടെ നീലം സഞ്ജീവ റെഡ്ഡിയുടെ പ്രശസ്തമായ പുസ്തകം ഏതാണ്? വിത്തൗട്ട് ഫിയർ ഫേവർ ആണ്. ആർ വെങ്കിട്ടരാമന്റെ പ്രശസ്തമായ പുസ്തകമാണ് മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ്. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ്. എഴുതിയതാര? ആർ വെങ്കിട്ടരാമനാണ്. റിഫ്ലക്ഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ്, റിഫ്ലക്ഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ്, റോൾ ഓഫ് പ്ലാനിംഗ് ഇൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, റോൾ ഓഫ് പ്ലാനിംഗ് ഇൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. ഇതിനകത്ത് PSC ചോദിച്ചത് മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്നുള്ള പുസ്തകമാണ്. എഴുതിയതാര? ആർ വെങ്കിട്ടരാമനാണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ശങ്കർ ദയാൽ ശർമ്മയുടെ പുസ്തകം. ശങ്കർ ദയാൽ ശർമ്മയുടെ പുസ്തകങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ദി ഡെമോക്രാറ്റിക് പ്രോസസ്, ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. ഇത് പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ എന്നുള്ള പുസ്തകം എഴുതിയതാരാണ്? ശങ്കർ ദയാൽ ശർമ്മയാണ്. ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ തോട്ട്, ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ തോട്ട്, കോൺഗ്രസ് അപ്രോച്ച് ടു ഇന്റർനാഷണൽ അഫേഴ്സ്, കോൺഗ്രസ് അപ്രോച്ച് ടു ഇന്റർനാഷണൽ അഫേഴ്സ്, റൂൾ ഓഫ് ലോ ആൻഡ് റോൾ ഓഫ് പോലീസ്, റൂൾ ഓഫ് ലോ ആൻഡ് റോൾ ഓഫ് പോലീസ്. ഇത്രയുമാണ് ശങ്കർ ദയാൽ ശർമ്മയുടെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ എന്നുള്ളത് ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശങ്കർ ദയാൽ ശർമ്മയുടെ പുസ്തകങ്ങൾ ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ദ ഡെമോക്രാറ്റിക് പ്രോസസ്, ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ, ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ തോട്ട്, കോൺഗ്രസ് അപ്രോച്ച് ടു ഇന്റർനാഷണൽ അഫേഴ്സ്, റൂൾ ഓഫ് ലോ ആൻഡ് റോൾ ഓഫ്
പോലീസ്. KR നാരായണന്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. KR നാരായണന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ: ഇന്ത്യ ആൻഡ് അമേരിക്ക, ഇമേജ് ആൻഡ് ഇന്റർസൈറ്റ്സ്, നെഹ്റു ആൻഡ് ഹിസ് വിഷൻ. ഇത് പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. നെഹ്റു ആൻഡ് ദ വിഷൻ എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ അത് KR നാരായണനാണ്. ഒന്നുകൂടി പറയാം, KR നാരായണന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ: ഇന്ത്യ ആൻഡ് അമേരിക്ക, ഇമേജ് ആൻഡ് ഇന്റർസൈറ്റ്സ്, നെഹ്റു ആൻഡ് ഹിസ് വിഷൻ. എഴുതിയതാരാ? KR നാരായണൻ. ഇതിൽ PSC പ്രീവിയസ് ആയി ചോദിച്ചത് നെഹ്റു ആൻഡ് ഹിസ് വിഷൻ ആണ്. എഴുതിയതാരാ? KR നാരായണനാണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പറ്റിയിട്ടാണ്. അദ്ദേഹത്തിന്റെ മിക്ക പുസ്തകങ്ങളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ആദ്യം തന്നെ വിങ്സ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന അഗ്നിച്ചിറകുകൾ ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പുസ്തകമാണ് വിങ്സ് ഓഫ് ഫയർ അഥവാ അഗ്നിച്ചിറകുകൾ. ഇൻസ്പയറിംഗ് തോട്ട്സ്. എന്താണ് ഇൻസ്പയറിംഗ് തോട്ട്സ്? ഇൻഡമിറ്റബിൾ സ്പിരിറ്റ്, മിഷൻ ഇന്ത്യ ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. മിഷൻ ഇന്ത്യ ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. ആരുടെ പുസ്തകമാ? ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പുസ്തകമാണ്. ദ ലൈഫ് ട്രീ, ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ദ ലൈഫ് ട്രീ എന്നുള്ള പുസ്തകം എഴുതിയതാരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ടേണിംഗ് പോയിന്റ് എന്നുള്ള പുസ്തകം എഴുതിയത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ടേണിംഗ് പോയിന്റ് എന്നുള്ള പുസ്തകം എഴുതിയതാരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ദ ലൂമിനസ് സ്പാർക്ക് എന്നുള്ള പുസ്തകം എഴുതിയത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ദ ലൂമിനസ് സ്പാർക്ക് എഴുതിയതാരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. മൈ ജേർണി എഴുതിയത് APJ അബ്ദുൽ കലാമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മൈ ജേർണി എഴുതിയത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യ 2020 പ്രീവിയസ് ആണ്. APJ അബ്ദുൽ കലാമിന്റെ പുസ്തകമാണ്. ഇന്ത്യ 2020 ഫോർജ് യുവർ ഫ്യൂച്ചർ എഴുതിയത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ശ്രദ്ധിച്ചോളണേ, ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അഗ്നിച്ചിറകുകൾ അല്ലെങ്കിൽ വിങ്സ് ഓഫ് ഫയർ, ഇൻസ്പയറിംഗ് തോട്ട്സ്, ഇൻഡമിറ്റബിൾ സ്പിരിറ്റ്, മിഷൻ ഇന്ത്യ, ദ ലൈഫ് ട്രീ, ടേണിംഗ് പോയിന്റ്, ദി ലൂമിനസ് സ്പാർക്ക്, മൈ ജേർണി, ഇന്ത്യ 2020. ഇതിനകത്ത് PSC പ്രീവിയസ് ആയി ചോദിച്ചത് അഗ്നിച്ചിറകുകൾ, മിഷൻ ഇന്ത്യ, ദി ലൈഫ് ട്രീ, ടേണിംഗ് പോയിന്റ്, മൈ ജേർണി, ഇന്ത്യ 2020 എന്നിവയാണ്. ഓർക്കുക. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളത് പ്രണബ് മുഖർജിയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. പ്രശസ്തമായ പ്രണബ് മുഖർജിയുടെ പുസ്തകങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ഡ്രമാറ്റിക് ഡക്കേഡ്, ദി ടർബുലന്റ് ഇയേഴ്സ്. പ്രണബ് മുഖർജിയുടെ പുസ്തകമാണ്. ദി ടർബുലന്റ് ഇയേഴ്സ്. ഇത് പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകമാണ്. ദി ടർബുലന്റ് ഇയേഴ്സ്. ബിയോണ്ട് ദ സർവൈവൽ. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ബിയോണ്ട് ദ സർവൈവൽ. ചലഞ്ച് ബിഫോർ എ നേഷൻ. ചലഞ്ച് ബിഫോർ ദ നേഷൻ. സാഗ ഓഫ് സ്ട്രഗിൾ ആൻഡ് സാക്രിഫൈസസ്. സാഗ ഓഫ് സ്ട്രഗിൾ ആൻഡ് സാക്രിഫൈസ്. മിഡ് ടൈം പോളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. മിഡ് ടൈം പോൾ എഴുതിയതാരാ? പ്രണബ് മുഖർജിയാണ്. അപ്പോ പ്രണബ് മുഖർജിയുടെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? ദി ഡ്രമാറ്റിക് ഡക്കേഡ്, ദ ടർബുലന്റ് ഇയേഴ്സ്, ബിയോണ്ട് ദ സർവൈവൽ, ചലഞ്ച് ബിഫോർ ദ നേഷൻ, സാഗ ഓഫ് സ്ട്രഗിൾ ആൻഡ് സാക്രിഫൈഡ്, അതുപോലെ മിഡ് ടൈം പോള്. ഇതിനകത്ത് PSC പ്രീവിയസ് ആയി ചോദിച്ചത് ദ ടർബുലന്റ് ഇയേഴ്സ്, ബിയോണ്ട് ദ സർവൈവൽ, അതുപോലെ മിഡ് ടൈം പോൾ എന്നിവയാണ്. ഓർക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ 20 ഡേയ്സ് പ്രിന്റ് ചലഞ്ച് ക്ലാസിന്റെ ഡേ 5 നമ്മൾ നോക്കിയത്. ഇതിൽ ഒരൊറ്റ ടോപ്പിക് പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാനില്ല. അത്രയും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് ആണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. പ്രത്യേകിച്ച് പുസ്തകങ്ങളെല്ലാം നോക്കി വെക്കണേ. 1 മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും ഈസി ആയിട്ട്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.